ഹലോ, ഇന്ന് നമുക്ക് കൊഞ്ച് വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ? നല്ല ടേസ്റ്റുമാണ്, ചപ്പാത്തിക്കും ദോശയ്ക്കുമൊക്കെ പറ്റിയ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് അതിൻ്റെ ആ കറുപ്പൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നല്ല ആ തല നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. തല കൂടെ ഇടുമ്പോഴാണ് കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ തലയും കൂടെ ചേർക്കുന്നത്. നല്ല ക്ലീനാക്കി എടുത്താൽ മതിയാകും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് അതിലേക്ക് നമ്മുടെ പ്രോൺസ് എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകുകയൊന്നും വേണ്ട. അതിൻ്റെ ആ വെള്ളം വലിഞ്ഞു പോകുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആയി എടുത്താൽ മതിയാകും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ സവാളയുടെ പച്ചമണമൊക്കെ പോയിട്ട് അതൊന്ന് ഗ്ലാസ് പരുവാകുന്നത് വരെ നമുക്ക് വരട്ടിയെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റല്ല ക്രഷ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി ആ മണം മാറ്റിയെടുക്കാം. ആ സവാളയിൽ കിടന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണേ. ഈ സമയത്ത് മീഡിയം ടൈപ്പിലുള്ള ഒരു 2 തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊരു നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർത്ത് അതും കൂടെ യോജിച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടിയും അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ച ചുവപ്പ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ആ ഒരു പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ഒരു 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. പ്രോണിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ പ്രോൺ ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം. ഇപ്പോൾ ആ പ്രോൺസ് എല്ലാം കൂടെ നല്ലൊരു കളർഫുള്ളായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ആ പ്രോൺസും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കാമേ. ഇതിൻ്റെ ഗ്രേവി ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ പുളി കുറവാണെങ്കിൽ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാമേ. പ്രോൺസ് നേരത്തെ ഒന്ന് ഫ്രൈ ആയതേ ഉള്ളൂ, നന്നായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് കൊടുക്കാം. പ്രോൺസ് ഒരുപാട് വേഗമായി പോകരുത്, റബ്ബർ പോലെ ഇരിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വേഗമാകുമ്പോൾ അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാവുള്ളൂ. ഒരു ചെറിയൊരു വേഗമാകുമ്പോൾ നമുക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ എടുക്കാം, അല്ലാത്തവർക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല ഒരു ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ പറ്റിയ ഒരു പ്രോൺസിൻ്റെ ഒരു റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.